നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു ചർച്ചയിൽ നിന്നും INDIA മുന്നണിയിലുള്ള ആരെങ്കിലും മാറി നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ അവർ ഒപ്പിടാൻ മടിച്ചതുകൊണ്ടോ അവർ തകർന്നു എന്ന് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ എന്ത് അജണ്ടയാണ് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പ്രസന്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ജനങ്ങൾ അതാണ് ഉറ്റുനോക്കുന്നത്. ജനങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം പറയുന്ന ആളുകൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ടാവാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ആ പേര് ഇട്ട സ്ഥലത്ത് തന്നെ അവർക്കൊരു തെറ്റുപറ്റി. ഇന്ത്യ എന്നുള്ള ഒരു പേര് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു മുന്നണിക്കോ ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. നിയമപരമായി അതിൽ തെറ്റില്ല. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അത് എന്റർടൈൻ ചെയ്തില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഇന്ത്യ അഗെയിൻസ്റ്റ് മോഡി എന്നൊക്കെയുള്ള ചില നെറേറ്റീവ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് സത്യത്തില് INDIA മുന്നണി അതിനൊരു എക്സ്പാൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കറിയാം, അങ്ങനെ ആണത് ഫോം ചെയ്തത്. അത് നല്ലൊരു മൂവായിരുന്നു. രാഷ്ട്രീയപരമായി അത് നല്ലൊരു മൂവായിരുന്നു. അത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു താത്വികമായി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായി പറഞ്ഞാൽ ഭരണഘടനയുടെ പേരിൽ ഒരു രാജ്യസ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ എന്ന് പേരിടുന്നത് ശരിയായ നടപടിയല്ല. ഭാരതം എന്ന് പേരിടുന്നതും ശരിയായതല്ല. ഇന്ത്യൻ എന്നും ഭാരതീയ എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യ എന്നുള്ള പേര് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു കുഴപ്പം നമുക്കറിയാം. ഇപ്പൊ വിദേശ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യത്തും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും, ഇലക്ഷൻ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോ ഇന്ത്യ മുന്നണിക്ക് വിജയമുണ്ടായാൽ ഇന്ത്യ വിൻസ് എന്ന് എഴുതാം, അതിൽ കേൾക്കാൻ നമുക്ക് സുഖമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് ഒരു തകർച്ച ഉണ്ടായാൽ എന്താണ് ഇന്ത്യ ഡിമോളിഷ്ഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഹെഡിങ് ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഒരു സാധ്യത, അതുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ഇമേജ് ടാർണിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത പോലും തുറന്നിടാത്ത രാഷ്ട്രീയ പാർട്ടികളെയാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കാൻ രാജ്യസ്നേഹമുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ പേരിട്ടത് കൊണ്ട് മാത്രം അവർക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുണ്ട്. ജനങ്ങളുടെ ഉള്ളിൽ അത്തരമൊരു ഫീലിംഗ് ഇല്ല എന്ന് പറയാൻ വയ്യ. അതോടൊപ്പം പിന്നെയുള്ള നിലപാടുകളാണ്. ഇപ്പൊ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട റോണി ഇവിടെ പറയുകയുണ്ടായി, സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള നിലപാടുകൾ എടുക്കാം, എന്നാൽ ദേശീയ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടെടുക്കാം. അതാണ് മുന്നണിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷനിൽ വ്യത്യസ്ത രീതിയിൽ മത്സരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സംസ്ഥാന വിഷയമാണ്. എന്നാൽ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ വേറെ മത്സരിക്കുന്നതിന് എന്ത് നീതീകരണമാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുക? പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒന്നാകെയുള്ള ഇലക്ഷനാണ്. ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥലമാണ് പാർലമെന്റ്. അവിടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് സീറ്റ് ഷെയറിംഗും മറ്റും നടത്തി ഇലക്ഷനെ നേരിടുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകും, എന്താണ്, ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ളത്. നേരെ മറിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയ ശത്രുവായി അല്ലെങ്കിൽ എതിർ ഭാഗത്ത് നിൽക്കുന്നത് CPM ആണ്. അവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുന്നു. വയനാട്ടിൽ ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് ആനി രാജ, CPI സ്ഥാനാർത്ഥി. അപ്പൊ ആനി രാജ ഒരു ദേശീയ നേതാവാണ്, ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. ഈ ആനി രാജ വന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് അവർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതൊക്കെ താത്വിക അവലോകനം. നമ്മുടെ സന്ദേശ സിനിമയിൽ പോലെ അന്തർധാര സജീവമല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷേ അതേ സമയത്ത് ജനങ്ങളോട് എന്താണ് പറയുന്നത്? അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു രാഷ്ട്രീയപരമായിട്ടല്ല, നമ്മൾ അല്ലാത്ത രീതിയിൽ ഒന്ന് മാറി എന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങളുടെ മുന്നിൽ ഒരു കൺഫ്യൂഷൻ വെക്കുകയാണ്. ഇവർ തമ്മിൽ ഒരു ഐക്യമില്ല. കാരണം ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? ഞാൻ പ്രതിപക്ഷത്താണ്, ഞാൻ BJPക്ക് എതിരാണ്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം?
അവിടെ ഒരു ചോയ്സ് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ട് പ്രമുഖ കക്ഷികൾ രണ്ട് ഭാഗത്ത് നിന്ന് മത്സരിച്ചിട്ട് എന്നോട് പറയുകയാണ് എനിക്ക് വോട്ട് ചെയ്യൂ, എനിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അത് രാജ്യമെമ്പാടും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പൊ അദാനിയെ പറ്റി പറഞ്ഞു, അംബാനിയെ പറ്റി പറഞ്ഞു. സ്ഥിരമായി അദാനിയെയും അംബാനിയെയും ചീത്ത പറയുന്നു എന്നല്ലാതെ സംസ്ഥാനങ്ങളിൽ അദാനിക്കും അംബാനിക്കും ചുവപ്പ് പരവതാനി വിരിക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഉള്ളത്? രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. ഇപ്പൊ കേരളത്തിൽ ഇതാ നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ട് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയിലുള്ള അംഗങ്ങളായി പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ അദാനിയെയും അംബാനിയെയും പ്രോജക്റ്റുകൾ, വിവിധ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ അവർക്ക് കുഴപ്പമില്ല, കാരണം അത് കോൺട്രാക്ട് ആണ്, ആ രീതിയിലാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇവർക്കെതിരെ പറയുമ്പോൾ പോലും ഇവരെന്താണ് നിയമവിരുദ്ധമായി ചെയ്തത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാർലമെന്റിൽ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കോടതി നടപടിയിലേക്ക് പോയി ഇവർക്ക് നിയമവിരുദ്ധമായി ഇന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അവർ കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ? സ്ഥിരമായ ഒരാളെ ചീത്ത പറയുന്നത് കൊണ്ട് അയാള് തെറ്റുകാരനാണെന്ന് ഒരു രാഷ്ട്ര മീമാംസയിൽ നമുക്ക് പറയാൻ പറ്റുമോ? അതിന് മുന്നോടിയായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് ഫോളോ അപ്പ് വേണം, ക്ലിയർ ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം. അപ്പൊ അദാനിക്കെതിരെ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ചർച്ച ചെയ്ത് അത് കോടതിയിൽ കൊണ്ടുവന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അതോടൊപ്പം തന്നെ കോടതിയിൽ കൊണ്ടുവരണം. കാരണം നിയമവിരുദ്ധമായി സർക്കാരിന്റെ സമ്പത്ത്, പൊതുസമ്പത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ കോടതിയിൽ പോകുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കോടതിയിൽ പോകുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും കോടതിയിൽ എത്തി കാണുന്നില്ല. പിന്നെ നോക്കൂ, ഇലക്ഷൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇപ്പൊ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇലക്ഷൻ റിസൾട്ടിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ EVM ഒരു കുഴപ്പമില്ല. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ നമ്മൾ ജാർഖണ്ഡിൽ കുഴപ്പമില്ല, അതുപോലെ അവർ വിജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുഴപ്പമില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ ഉടൻ സംശയമാണ്. അപ്പൊ ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു നിലപാട്. അപ്പൊ ആ നിലപാട് എടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും വേണം. കർണാടകയിൽ കുഴപ്പമില്ല, EVM-ന് കുഴപ്പമില്ല, ജാർഖണ്ഡിൽ ഇപ്പൊ കുഴപ്പമില്ല. അതേ സമയത്ത് മഹാരാഷ്ട്രയിൽ ഭയങ്കര കുഴപ്പമാണ്. പാർലമെന്റ് ഇലക്ഷനിൽ നല്ല പെർഫോമൻസ് ഇന്ത്യ മുന്നണി മുന്നിട്ട് വെച്ചതുകൊണ്ട് അവിടെ EVM-ന് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ചിന്താ പദ്ധതി മുന്നോട്ട് വെക്കാത്ത ഒരു നിലപാട് ഇത് പ്രതിപക്ഷത്തിന് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതില് ഒരു ഏകോപനമോ മറ്റു കാര്യമോ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല, അവർക്കൊരു നേതാവില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ സാധാരണ നാട്ടിലെ മുദ്രാവാക്യമുണ്ട്, ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് നമ്മൾ പഴയ മുദ്രാവാക്യം ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മുദ്രാവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? ആരാണ് നിങ്ങളുടെ നേതാവ്? ഒരു കൂട്ടം നേതാവുണ്ട്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തിൽ ഒരു പരിപാടിയാണ്, കേന്ദ്രത്തിൽ മറ്റൊരു പരിപാടിയാണ്. അങ്ങനെ ഒരു ഐക്യമില്ലായ്മ സന്ദേശങ്ങളിൽ പോലും പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാവിയിൽ നിഴൽ വീഴ്ത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.